നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നേ, നിങ്ങളെ രണ്ടിനെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നേ. ഇവരോടുള്ള സ്നേഹം അങ്ങനെ പെട്ടെന്ന് ക്രിക്കറ്റിന് മറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എവിടുന്നൊക്കെ ഇവർ പടിയിറങ്ങിയാലും ക്രിക്കറ്റ് ലോകം ഇവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് വെക്കും. അതിനുള്ള ഉദാഹരണങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. മഴ വില്ലനായില്ലെങ്കിൽ വൈറ്റ് ജേഴ്സിയിൽ ഒരു T20 മത്സരം ഒരു താരത്തിനോടുള്ള ബഹുമാന സൂചകമായി നടത്താൻ വേണ്ടിയിട്ടുമാണ്. വിരാട് കോഹ്ലി ഇന്ന് ആവേശത്തോടു കൂടി ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടുമാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മുഹൂർത്തമായിരിക്കും. ഒരു പക്ഷേ ക്രിക്കറ്റ് ലോകത്ത് IPL T20 ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോകുന്ന ഒരു മത്സരം വരെ ആയിരിക്കും അതെന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു ടൈമാണ്. തീർച്ചയായിട്ടും ആ ഒരു മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗ്. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ IPL ആ ഒരു മത്സരത്തിന് ഒരൊറ്റ ടിക്കറ്റ് പോലും ബാക്കിയില്ല. ടിക്കറ്റ് എല്ലാം ഫില്ലായി എന്നുള്ള സന്തോഷങ്ങളും കേൾക്കുകയാണ്. മഴ വില്ലനാകാതിരിക്കട്ടെ, ആ ഒരു മത്സരം ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് പറയുമ്പോൾ അന്ന് ആ ഒരു പോസ്റ്റിൽ ഞാൻ ഈ ഒരു മത്സരത്തെക്കുറിച്ചിട്ട് വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, എവിടെ എവിടെ രോഹിത് ശർമ്മയ്ക്ക് ഒരു റിട്ടയർമെന്റ് ഇല്ലേ? രോഹിത് ശർമ്മയോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ആരാധകർ എങ്ങനെയായിരിക്കും അത് അദ്ദേഹത്തിനോട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്തായാലും രോഹിത് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ പോലും രോഹിത് ശർമ്മയോടും ക്രിക്കറ്റ് ആ ഒരു സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് രോഹിത് ശർമ്മ സ്റ്റാൻഡിലൂടെ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മ സ്റ്റാൻഡ് ലോഞ്ചായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷം. രോഹിത് ശർമ്മ എന്നെ കഴിഞ്ഞിടയിൽ IPL മത്സരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കും. ഒരു കാലത്ത്, കുട്ടിക്കാലത്ത് ഇതിനകത്തേക്ക് കയറാൻ കഴിയുമോ എന്ന് ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, വെളിയിൽ ആകാംക്ഷയോടുകൂടി കണ്ടുനിന്ന ഒരു കൊച്ചു പയ്യൻ ഇന്ന് ഒരുപാട് ലെജൻസിനോടൊപ്പം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റാൻഡ് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകം എന്നും ഇവരെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഗവാസ്കറും ഉൾപ്പെടെയുള്ള ലെജൻസിനോടൊപ്പം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തിളങ്ങി നിൽക്കും രോഹിത് ശർമ്മ സ്റ്റാൻഡ്. രോഹിത്, നിങ്ങളെ ഞങ്ങൾ മിസ് ചെയ്യും, പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം എന്നും ക്രിക്കറ്റിൽ എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലെ രോഹിത് ശർമ്മ സ്റ്റാൻഡിൽ എന്നതുപോലെ.